C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കുറെ നേരമായില്ലേ യാത്ര ചെയ്യുന്നു. ഇനി പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് കായൽ കാറ്റ് കൊണ്ടുപോകും. പറഞ്ഞു സാറിങ്ങനെ മാറി ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കാനാണോ എന്നോട് ഇറങ്ങാൻ പറഞ്ഞത്? ഞാൻ സാറിനോടൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. എന്താ? ഇന്നലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുക, സാറിന് ആകെ ഒരു മൂഡൌട്ട്. എന്താ സാർ? ഇനിയെങ്കിലും പറഞ്ഞൂടെ എന്താന്ന്? ഏയ് അങ്ങനൊന്നുമില്ല. തനിക്ക് വെറുതെ തോന്നലൊന്നും അല്ല. അമ്പലത്തിൽ വെച്ച് ഞാൻ ശ്രദ്ധിച്ചു, സാറിനൊരു ധൃതി. ഇപ്പതേ വീടെത്താറായപ്പോ വണ്ടി നിർത്തി ഇറങ്ങി ഇന്ന് ആലോചിക്കുന്നു. എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ? ആയിക്കോട്ടെ. എനിക്ക് വേറെ ടെൻഷൻ ഒന്നുമില്ല ശ്രീലക്ഷ്മി. ഇവിടെ നിന്ന് പോയി അടുത്ത ജംഗ്ഷനിൽ ചെന്നിട്ട് കാറ് എങ്ങോട്ട് തിരിക്കണം എന്നാലോചിക്കായിരുന്നു. ആ ആലോചനയിൽ ഞാനൊരു തീരുമാനമെടുത്തു. സത്യം പറഞ്ഞ സാർ എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരി, എങ്കിൽ തനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഈ വണ്ടി അടുത്ത ജംഗ്ഷനിൽ ചെന്നിട്ട് വലത്തോട്ട് തിരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് രാത്രി മുതൽ താൻ താമസിക്കുന്നത് വർമ്മം വില്ലയിലാണ് എന്നോടൊപ്പം. അമ്മേ, ക്ഷേത്ര ദർശനമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? മോളെ, മോൾക്ക് സന്തോഷമായോ? എന്റെ ഉദ്ദേശം നടന്നില്ല അമ്മ. അല്ല, ഇനി ഒരുപാട് പൂജകളും വഴിപാടുകളും ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നടന്നില്ല എന്ന് പറയായിരുന്നു. എന്തായാലും തൊഴാൻ പറ്റിയത് തന്നെ ഭാഗ്യമല്ലേ. പിന്നെ കുറെ ദിവസം കൂടിയിട്ടല്ലേ നീ വീട്ടിലേക്ക് വരുന്നത്. അതും ഇവിടുന്ന് പോയതിന്റെ ഒരു വിഷമങ്ങളും ഇല്ലാതെ. നിന്നെ കണ്ടപ്പോ തന്നെ അമ്മയ്ക്ക് പകുതി ആശ്വാസമായി. ഒരു മിനിറ്റ്. രാജാറാം സാറിന്റെ കാലിന് എന്ത് പറ്റി? അതെന്തോ ആക്സിഡന്റ് ആയതാന്നാ പറഞ്ഞത്. ആക്സിഡന്റോ? രാജാറാം സാർ കാലിന് എന്താ പറ്റിയത്? അത് ഒരു ആക്സിഡന്റ് പറ്റിയതാ മാഡം. എന്ത് ആക്സിഡന്റ്? അതൊന്നും ശ്രീലക്ഷ്മി കാര്യമൊക്കെ ഉണ്ട്. ഇത് ഇവന് ഇടക്കിടക്ക് പറ്റുന്നത്. ഇതൊക്കെ ഇവന്റെ പ്രൊഫഷന്റെ ഭാവമല്ലേ. അതിന് നമ്മൾ രണ്ടാളും ഇന്നലെ മുതൽ ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ കൂടെ വന്ന സെക്യൂരിറ്റീസും. സാർ ഇല്ലാത്ത സമയത്ത് രാജാറാം സാറിന് എങ്ങനെ പരിക്ക് പറ്റി? എന്നിൽ നിന്നൊന്നും ഒളിക്കണ്ട, എല്ലാം എനിക്കറിയാം. സാറ് കാരണല്ലേ രാജാറാം സാറിന് ഇത് സംഭവിച്ചത്. ശ്രീലക്ഷ്മി, താൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ കാരണം രാജാറാമിന് എന്ത് സംഭവിച്ചു? പിന്നല്ലാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ സാറ് കഷ്ടപ്പെടുന്നത്? രവി സാറിനും ഈ കുടുംബത്തിനും വേണ്ടിയല്ലേ? നമ്മൾ രണ്ടാളും അമ്പലത്തിലേക്ക് പോയ സമയത്ത് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായി. അതല്ലേ രാജാറാം സാറിന് കാലിന് വയ്യാണ്ടായത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ ശരിക്കും പ്രശ്നം ഒരു പെണ്ണ. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ പ്രശ്നങ്ങളെല്ലാം തീരും. ഇത് തന്നെയാണ്. അതാണ്.
സാർ, ആളിനെ കണ്ടെത്തി. ഗുഡ്. വെയിറ്റ് ദേർ. അവളെ നിങ്ങൾ കണ്ടുവെന്ന് അവൾക്കൊരു സംശയം തോന്നാൻ പാടില്ല. ഇന്ന് തന്നെ തീരണോ അവൾ? ഇതവളുടെ അവസാനത്തെ ദിവസമായിരിക്കണം. ഓക്കെ സാർ. എന്നെ ഇവിടെ എത്തിച്ചതും വീണ്ടും ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത മുഖങ്ങൾ കാണാൻ കാരണവുമായ നിമിത്തത്തെ ഞാൻ എന്ത് അർത്ഥത്തിലാണ് കാണേണ്ടത്? ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ശത്രു സംഹാരത്തിനാണ്. അതിനായാണ് എന്നെ ഇവിടെ എത്തിച്ചതെങ്കിൽ എന്റെ വഴികളിൽ നീ തുണയാവണം. ആ രവിചന്ദ്രവർമ്മൻ മരിക്കണം. എന്റെ ചേച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവണം. കാലിലെ മുറിവ് ഉണങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാൾ വേദന സാറിന്റെ മനസ്സിലാണ്, അല്ലേ? ഏതോ ഒരു സ്ത്രീ ഓഫീസിൽ അതിക്രമിച്ചു കയറുന്നു. രാജാറാം സർ വന്ന് എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. പിന്നെ സാറിനെ കാണുന്നത് ഈ കോലത്തിൽ. ഇവിടുത്തെ പ്യൂണിന് തോന്നുന്ന അതേ സംശയം വൈസ് പ്രസിഡന്റിനും ഉണ്ട്. ഏതായാലും വന്നത് അങ്ങനെ ഏതോ ഒരു പെൺകുട്ടിയല്ല. പക്ഷെ അത് ആരാണെന്ന് എനിക്കറിയില്ല. അതിന് സാറ് തന്നെ ഉത്തരം പറയണം. മാഡം എന്നെ ചോദ്യം ചെയ്യുവാണോ? അല്ല, ആർക്കും തോന്നുന്ന ഒരു ന്യായമായ സംശയം. സംശയമായാലും ചോദ്യം ചെയ്യലായാലും അത് വേണ്ട മാഡം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്തിനാ ഇടപെടുന്നേ? ആർക്കാവശ്യമില്ലാത്ത കാര്യങ്ങൾ? ഈ സംഭവങ്ങൾ അത് എന്ത് തന്നെ ആയാലും അത് നടന്നിരിക്കുന്നത് ഈ ഓഫീസിലാണ്. എന്റെ മേലധികാരികളുടെ ആബ്സെൻസിൽ ഐ ആം ദ അതോറിറ്റി. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അപ്പൊ പിന്നെ എനിക്കും അത് അറിയാനുള്ള അവകാശമുണ്ട് രാജാറാം സർ. അങ്ങനെ ഓഫീസിൽ അധികാരം വച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറാണ് മാഡം. സെക്യൂരിറ്റി ഓഫീസറെക്കാളും എത്രയോ മുകളിലാണ് വൈസ് പ്രസിഡന്റ് എന്ന് രാജാറാം സാറിന് ഞാൻ ഇനി പറഞ്ഞു തരണോ? ഇത് നമുക്ക് വലിയൊരു തർക്കത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല മാഡം. സിമ്പിളായിട്ട് ഞാൻ മാഡത്തിന് പറഞ്ഞുതരാം. ഈ ഓഫീസിലോ വീട്ടിലോ എന്ത് സംഭവിച്ചാലും അത് ഇവിടത്തെ CEO രവിചന്ദ്രവർമ്മൻ സാറിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ശമ്പളക്കാര്. അത് കൃത്യമായി കിട്ടുന്നുമുണ്ട്. അത് അവനവന്റെ ജോലിക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. അപ്പോ ഞാനും മാഡവും നമ്മുടെ ജോലികൾ മാത്രമാണ് ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്കുള്ളതൊന്നും മാഡത്തിന്റെയോ എന്റെയോ വിഷയമല്ല. പിന്നെ ഇപ്പൊ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനായിട്ട്. ഞാൻ മാഡത്തിനൊരു ജോലി ഏൽപ്പിച്ചിരുന്നു. ശ്രീലക്ഷ്മി മാഡത്തിന് വീണ്ടും രവിസാറിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒന്ന് അഭിനയിക്കണമെന്ന ജോലി. ഇനി അതിന്റെ ആവശ്യമില്ല. സാറിന് മനസ്സിലാകാൻ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞുതരാം. കുട്ടികൾ അറിയാതെ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ അവരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞയക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്തിനാണെന്ന് അറിയോ സാറിന്? അവര് ചെയ്ത തെറ്റ് മനസ്സിലാക്കി ഇനിയും അത് ചെയ്യാതിരിക്കാനും നേർവഴിയിൽ നടക്കാനും വേണ്ടിയാ.
അങ്ങനെ ഒരു ദുർഗുണ പരിഹാര പാഠശാലയിലാണ് രവി സാർ ഇപ്പോ. അതും കഠിനമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ട്. അവിടെ നിന്നും സാറിനെ മോചിപ്പിക്കും ഈ സാൻഡ്ര. എന്നിട്ട് മഴവില്ലഴകിൽ 7 നിറങ്ങളുള്ള ജീവിതം എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കും. അപ്പോ ചുരുക്കി പറഞ്ഞ സാന്ദ്ര മാഡം പഴയ ആളായി കച്ചമുറുക്കി കഴിഞ്ഞു എന്നർത്ഥം. നോ ഡൗട്ട്. രാജാറാം സാറിന് ഈ പെൺകുട്ടികളുടെ മനസ്സ് അറിയാത്തതുകൊണ്ടാ. രാജാറാം സാർ പറയുന്നത് പോലെ അഭിനയിക്കാനൊന്നും പറ്റില്ല, പ്രത്യേകിച്ച് എനിക്ക്. ഞാനന്ന് സാറിനോട് സമ്മതിച്ചത് എനിക്ക് രവി സാറിനെ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ്. രാജനന്ദിനിയുടെ ഇല്ലായ്മയിൽ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മിയുടെ ഇല്ലായ്മയിൽ സാൻഡ്ര. അങ്ങനെയാണല്ലോ നടന്നു വരുന്ന കീഴ്വഴക്കം. ശ്രീലക്ഷ്മി ഇല്ലെങ്കിൽ നറുക്കെനിക്ക്. കീഴ്വഴക്കത്തിനും ഭാഗ്യത്തിനും അപ്പുറം അതെന്റെ അവകാശമാണ്. തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങും ഈ സാൻഡ്ര. മതി മാഡം, ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. മാഡം രണ്ടും കൽപ്പിച്ച, പക്ഷേ ചെറിയൊരു വിശ്വാസക്കുറവ് എനിക്കുണ്ട്. അവസാനം രവി സാറിനെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ. മാഡം പറഞ്ഞ അവകാശം നിഷേധിക്കുമോ എന്ന കാര്യത്തിൽ. അവകാശം എന്ന് പറഞ്ഞത് എനിക്ക് സാറിനോടുള്ള ഇഷ്ടത്തിന്റെ കാര്യമാണ്. ശ്രീലക്ഷ്മിയേക്കാൾ കൂടുതൽ ഞാൻ രവി സാറിനെ സ്നേഹിക്കുന്നു എന്ന അവകാശം. ഇതിന്റെ എല്ലാ അവസാനം രവിചന്ദ്രവർമ്മൻ സാൻഡ്രയ്ക്ക് സ്വന്തം. രേഖ മാഡത്തിന്റെ ഭാഷയിൽ പറഞ്ഞ 1 പിഴച്ചാൽ 3, സ്ഥായിയായ 3. പക്ഷേ ഒരു പ്രശ്നമുണ്ട് മാഡം. 1നും 3നും ഇടയിൽ ഒരു 2 ഉണ്ട്. ആ 2 വളരെ പ്രത്യേകതയുള്ള 2ആണ്. അതും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇരട്ട മുഖമുള്ള 2. മാഡം ഇപ്പൊ ചിന്തിക്കുന്നത് തന്നെയാ ഞാൻ പറഞ്ഞത്. 2 അത് അപകടകാരിയാണ് മാഡം. 2 ഡേഞ്ചറസ്. അതുകൊണ്ട് തന്നെ 2ന് പകരക്കാരിയാവാൻ ഒരിക്കലും 3ന് സാധിക്കില്ല. സാന്ദ്ര മാഡം പഴയ ആളായതുപോലെ ശ്രീലക്ഷ്മിയെ പഴയതാക്കരുത്. അത് അവനവന്റെ തന്നെ കുഴി വെട്ടുന്നതിന് തുല്യമാണ്. മോൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താ. മോൾക്ക് അവിടെ കുറച്ചു നേരം വിശ്രമിക്കാം. കാലിന്റെ വേദന ഭേദമാകുമ്പോ മോൾക്ക് പോകാം. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാണെന്ന് എനിക്കറിയാം. ഇനിയും മോക്ക് പോകാനൊരിടയില്ലാന്ന് പറയുന്നു. ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയക്കാരോ ഒന്നും ഇല്ലാന്ന് പറയുന്നു. വയ്യാത്ത ഈ കാലുമായി നീ പിന്നെ എങ്ങോട്ട് പോവും? ഞങ്ങൾ പറയുന്ന കേക്ക്. അതല്ല, ഞാൻ പറയുന്ന എന്തെന്ന് വെച്ചാ, ഈ സംഭവത്തോടെ എന്റെ ജീവൻ ഇപ്പൊ ആപത്തിലാണെന്ന് മനസ്സിലായി. ഇവര് പറയുന്ന പോലെ ഇവരുടെ കൂടെ പോകുന്നതാ നല്ലത്. എന്താ മോളെ ആലോചിക്കുന്നത്? ഞങ്ങളുടെ കൂടെ വരണോ വേണ്ടതെന്നാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, എന്താ മോളെ ഈ പറയണത്? ഞങ്ങൾക്ക് ഇതുപോലൊരു മോളുള്ളതാ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വാ. എഴുന്നേക്ക് മോള് വാ. മോളുടെ പേരെന്താ? എന്താ ശ്രീലക്ഷ്മി മാഡം, പതിവില്ലാതൊരു മോർണിംഗ് വിസിറ്റ്? എക്സ്ക്യൂസ് മീ സർ. ഹലോ മാം. ഹലോ സാന്ദ്ര മാഡം. മാഡം, CCTV റൂമിലേക്കൊന്ന് വരാവോ? അത്യാവശ്യമായിരുന്നു. CCTV റൂമിലേക്കോ? എന്താ സാന്ദ്ര മാഡം, എന്തു പറ്റി? പറയാം. മാഡം ഒന്ന് വേഗം ഇവിടം വരെ വരാവോ പ്ലീസ്? ഓക്കെ മാഡം, ഞാനിപ്പോ വരാം. സർ, 1 minute.
ഇതെന്താ? ഇതിലുണ്ടായിരുന്ന ഫുട്ടേജസ് ഒക്കെ എവിടെ? എന്റെ ഫോട്ടേജസ് ആണ് മാഡം. അത് 2 ദിവസം മുമ്പ് രവി സാറും മാഡവും ക്ഷേത്രത്തിൽ പോയ ദിവസം ഇവിടെ ഓഫീസിൽ അനുവാദമില്ലാതെ ഒരു സ്ത്രീ കയറിയിട്ടുണ്ടായിരുന്നു. അനുവാദം ഇല്ലാതെ ഒരു സ്ത്രീ ഓഫീസിൽ കയറിയെന്നോ? ആരാ അത്? ആരാണെന്ന് അറിയില്ല മാഡം. പക്ഷെ അവരുടെ പെരുമാറ്റം വളരെ വിചിത്രമായിരുന്നു. ആ സ്ത്രീ വന്ന രാത്രിയിലാണ് രാജാറാം സാറിന്റെ കാലിന് മുറിവുണ്ടായത്. പക്ഷേ അത് ആക്സിഡന്റ് ആയതാണെന്നാണല്ലോ രാജാറാം സാർ എന്നോട് പറഞ്ഞത്. അല്ല മാഡം, ഓഫീസിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. CCTV ഫുട്ടേജസ് ഞാൻ ചെക്ക് ചെയ്തതാണ്. ആ ഫുട്ടേജസ് മാഡത്തിനെ കാണിക്കാനാ ഞാൻ മാഡത്തിനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതും. പക്ഷേ ഇപ്പൊ ആ ഫുട്ടേജ് ഒന്നും സിസ്റ്റത്തിലില്ല. മാഡം എന്തൊക്കെയാ പറയുന്നത്? വെയിറ്റ്, I'll explain. ചുറ്റുമുള്ളവര് ബുദ്ധിമുട്ടുമ്പോ കണ്ടില്ലാന്ന് നടിച്ചു പോവാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും ആവില്ല. മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ഇരട്ടിയായി തന്നെ അവരിലേക്ക് തന്നെ തിരിച്ചു വരും. ഇന്നത്തെ കാലത്തും നിങ്ങൾ രണ്ടാളെയും പോലുള്ളവരെ കാണുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നവരൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മാറുന്നവരാ. ശ്രീടച്ചൻ പറഞ്ഞതുപോലെ ആപത്തിലകപ്പെടുന്നവരെ സഹായിക്കുന്നത് ഒരു നന്മയല്ലേ? പിന്നെ മോള് പറഞ്ഞത് ശരിയാ. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം അങ്ങനെയായിരിക്കണമെന്ന് നമ്മള് വാശി പിടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. നമ്മളാൽ കഴിയാവുന്നത് നമ്മൾ അങ്ങ് ചെയ്യുക. സരോജം, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കെ. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി സുതയ്ക്ക് മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട. ഇതിപ്പോ ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. കുറച്ചുനേരം വിശ്രമിച്ചാ മാറും. മരുന്നൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? അയ്യോ പ്ലീസ്, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഇനിയും ബുദ്ധിമുട്ടുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുനേരം ഒന്ന് വിശ്രമിച്ചാ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാലും ശ്രീടച്ച, കുട്ടി പറയുന്നതിലും കാര്യമുണ്ട്. ഞാനേ കുറച്ച് വെള്ളം ചൂടാക്കാം. ഒന്ന് ചൂട് പിടിച്ചാ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. വേദനയൊക്കെ വേഗം മാറിക്കോളും. അയ്യോ അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവാന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് കളമോളെ. എന്റെ മോൾക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കില്ലേ? മോൾ അങ്ങനെ കരുതിയാ മതി. മോൾ ഇവിടെ ഇരിക്കെ. വാ ശ്രീടച്ച. ഇവരോട് എന്തെങ്കിലും പറഞ്ഞ് എത്രയും വേഗം ഇവിടുന്ന് മടങ്ങണം. സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് എത്തിയില്ലെങ്കിൽ ജീവന് തന്നെ ആപത്താണ്. ആ, എന്തായാലും ഒരു നല്ല കാര്യം ചെയ്തല്ലോ. അല്പം താമസിച്ചാലും സാരയില്ല. അല്ലെങ്കിൽ ഈ കടയൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോകാനോ സൗകര്യാർത്ഥം നിൽക്കാനോ പറ്റില്ല. അതിനെവിടെ പോകാനിരിക്കുന്നു? ആ, അത് ശരിയാ. ആ, നമ്മളധികം യാത്രയും ചെയ്തിട്ടില്ല അല്ലേ സരോജം? അവസാനമായി നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത് എപ്പോഴാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റുമോ? രായ്ക്ക് രാമാന ആ ഉന്തുവണ്ടി കൊണ്ട് പഴയ വാടക വീട്ടിൽ നിന്ന് ഇവിടേക്ക്. അതല്ലടി ഞാൻ പറഞ്ഞത്, നമുക്ക് ദൂരയാത്ര പോകണമെന്ന്. ബെസ്റ്റ്. നടന്നത് തന്നെ. നടക്കുകയൊക്കെ ചെയ്യും. എന്റെ മനസ്സിൽ ചില പദ്ധതികളൊക്കെ ഉണ്ട്. അതെ, അത്യാവശ്യമായിട്ട് വേണ്ടതേ ഇവിടെ നമ്മളെ സഹായിക്കുന്ന ഒരാളെയാ. ഇവിടെ ഇപ്പൊ എന്തിനൊരു സഹായി? നമ്മൾ ഇതുപോലെ താമസിച്ചാലോ നമ്മൾ എവിടേക്കെങ്കിലും പോയാലോ വന്ന് കട തുറക്കാനും ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്യാനും. മാത്രമല്ല, എനിക്ക് കാലിന്റെ മുട്ടുവേദന ഇപ്പൊ കൂടുന്നുണ്ട്. കുറെ നേരം ഒറ്റ നിപ്പ്. എക്സ്ക്യൂസ് മീ മാഡം. ഡെസ്പാച്ച് സെക്ഷനിലേക്ക് കൊടുത്തോളൂ. ശരി മാഡം. മാഡം, സാറെന്ത് പറഞ്ഞു? നത്തിങ് മാഡം. സാന്ദ്ര മാഡം കരുതിയതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ല. രാജാറാം സാറിന് എന്തോ ആക്സിഡന്റ് ഉണ്ടായതാ. മാഡം അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ബട്ട് മാം, ആ CCTV ഫുട്ടേജസ് സ്റ്റാഫ് പറഞ്ഞത് ശരിയായിരിക്കാനും സാധ്യതയുണ്ട് മാഡം. ആ ഫുട്ടേജ് ഡിലീറ്റ് ആയത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും.
പിന്നെ ആ സ്ത്രീ അവര് വഴിമാറി വന്ന ആരെങ്കിലും ആയിക്കൂടെ മാഡം? ഒരിക്കലും അല്ല മാഡം. ആ ലേഡിയുടെ പെരുമാറ്റങ്ങളില് എന്തോ പന്തികേടുണ്ടായിരുന്നു. വേണ്ട മാഡം, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. ഊഹിച്ചോരെന്നും പറയാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും പിറകെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. എന്റെ അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെ. സാന്ദ്ര മാഡം സമാധാനായ ജോലികൾ തുടർന്നോളൂ. പക്ഷെ മാഡം, പ്ലീസ് സാന്ദ്ര മാഡം, എനിക്ക് കുറച്ച് അർജന്റ് വർക്ക്സ് ഉണ്ട്. സോ ഓക്കെ മാഡം. രവി സാർ ഇപ്പൊ എന്നോട് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ആ കള്ളം തന്നെയാണ് ഞാൻ സാന്ദ്ര മാഡത്തിനോട് പറഞ്ഞതും. സാറിനോടത് ചോദിച്ച് മനസ്സിലാക്കണം. അതിന് പറ്റിയ സമയവും സ്ഥലവും ഇതല്ല. നിങ്ങളായിരുന്നോ? എന്താ മോളെ, എന്തു പറ്റി? എന്താ മുഖമല്ലാതിരിക്കുന്നത്? ഞാനേ എത്ര തവണ ഡോറെ തട്ടിന്നറിയാമോ? എന്താ തുറക്കാൻ ഇത്ര താമസിച്ചത്? പാവം കിടന്നുറങ്ങിപ്പോയതായിരിക്കും സരോജം. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ കാലിന് വേദന? കുറവുണ്ടോ? മരുന്നെന്തെങ്കിലും വേണോ? അയ്യോ, മരുന്നൊന്നും വേണ്ട. ഇപ്പോ നല്ല ആശ്വാസമുണ്ട്. വേദന നന്നായി കുറഞ്ഞു. വളരെ സന്തോഷം മോളെ. പകല് മുഴുവൻ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു അല്ലേ? അയ്യോ, ഒരിക്കലുമില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം സമാധാനായിരുന്നു എന്ന് വേണം പറയാൻ. നിങ്ങൾ രണ്ടുപേരും ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇറങ്ങാനോ? എങ്ങോട്ടാ മോള് പോകുന്നത്? പോകാനൊരു ഇടമില്ലെന്ന് പറഞ്ഞു. സ്വന്തമായോ ബന്ധുക്കളായോ ആരും ഇല്ലെന്നും പറഞ്ഞു. പിന്നെ മോളെ എങ്ങോട്ടാ പോകുന്നത്? ആരും ഇല്ലാത്തവർക്ക് ആശ്രയമായി ദൈവം ഉണ്ടാവുന്നല്ലേ. എവിടേക്കെങ്കിലും പോകാതെ പറ്റില്ലല്ലോ. പോകണം, അത്രയുള്ളൂ ഇപ്പൊ എന്റെ മനസ്സില്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? ഒരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് എങ്ങോട്ടൊന്നില്ലാതെ യാത്ര ചെയ്യുന്നത് ശരിയാണോ? മോൾ ഇന്നിവിടെ താമസിച്ച് നാളെ പോയാ മതി. ശ്രീടച്ചാ, ശ്രീടച്ചൻ എന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞ ശ്രീടച്ചൻ മറന്നോ? സുധ എങ്ങോട്ടും പോകുന്നില്ല. നമ്മുടെ കൂടെ ഇവിടെ ഈ വീട്ടിൽ താമസിക്കും. ആ സന്തോഷ വാർത്ത നിങ്ങൾ സുധയോട് പറയുന്നോ അതോ ഞാൻ പറയണോ? അല്ല സരോജം, സുധയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? എനിക്ക് മനസ്സിലായില്ല. എന്താ ശ്രീടച്ച, ആരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലേലും മടിയാ. ആ കുട്ടിക്ക് കൂടെ ഉപകാരം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.